രാജസ്ഥാനിലെ ബഹസർ നഗർ നഗരത്തിൽ അന്ന് ഉച്ച സമയമായിരുന്നു. എന്നിട്ടും കവലയിൽ ആൾക്കൂട്ടത്തിന്റെ ആരവവും വാഹനങ്ങളുടെ തിരക്കും ശക്തമായിരുന്നു. ആളുകൾ ചൂടിനെ വകവയ്ക്കാതെ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. ചിലർ ഓഫീസിലേക്ക് ഓടുന്നു, ചിലർ കടകളിലേക്ക് സാധനങ്ങൾ കയറ്റുന്നു. സ്കൂട്ടറുകൾ, ഓട്ടോകൾ, ട്രക്കുകൾ, കാറുകൾ എല്ലാം അവരവരുടെ വേഗതയിലായിരുന്നു. ബഹസർ നഗർ കവല എല്ലായ്പ്പോഴും തിരക്കിന് പേരുകേട്ടതാണ്. എന്നാൽ അന്നവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം ഒരു സാധാരണ മോട്ടോർ സൈക്കിൾ അതിവേഗത്തിൽ ആൾക്കൂട്ടത്തെ കീറിമുറിച്ച് ആ കവലയിലേക്ക് കുതിച്ചെത്തി. ആ മോട്ടോർ സൈക്കിളിൽ ഇരുന്നത് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു യുവാവായിരുന്നു. ഏകദേശം 24 വയസ്സുണ്ടാകും. അവന്റെ ശരീരത്തിൽ സൈനിക യൂണിഫോം ഉണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ക്ഷീണമായിരുന്നു. പക്ഷെ ആ ക്ഷീണത്തെക്കാൾ ഉപരി ഒരു തിളക്കമുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിൽ ഒതുങ്ങിയ ഒരു പുഞ്ചിരിയും കണ്ണുകളിൽ വീട്ടിലെത്താനുള്ള തിളക്കവും വ്യക്തമായി കാണാമായിരുന്നു. ആ സൈനികൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി അതിർത്തിയിൽ കാവൽ നിൽക്കുകയായിരുന്നു. അവിടെ അവൻ ഓരോ നിമിഷവും ജീവൻ പണയം വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ അവധിയെടുത്ത് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവന്റെ ഈ മടങ്ങിപ്പോക്ക് ഒരു സാധാരണ കാരണം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവന്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവനു വേണ്ടി കണ്ണും നട്ടിരിക്കുകയായിരുന്നു. സൈനികൻ അവധിക്കായി അപേക്ഷിച്ചപ്പോൾ അവന്റെ കമാൻഡർ ഓഫീസർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പോയിക്കോളൂ സൈനിക, നിന്റെ സഹോദരിയുടെ വിവാഹമാണ്. ഇത് യുദ്ധത്തെക്കാൾ കുറഞ്ഞതൊന്നുമല്ല." ആ സൈനികൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. ഇപ്പോൾ അവൻ ബഹസ് നഗരത്തിലേക്ക് എത്തുമ്പോൾ അവന്റെ മനസ്സ് വീടിന്റെ ഓർമ്മകളാൽ നിറഞ്ഞിരുന്നു. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ റൊട്ടികൾ കഴിക്കുമെന്നും, സഹോദരിയുടെ വിവാഹത്തിന് ചെണ്ടമേളത്തിനൊപ്പം നൃത്തം ചെയ്യുമെന്നും, അച്ഛന്റെ തോളിൽ ചേർന്ന് കുറച്ചുനേരം വിശ്രമിക്കുമെന്നും എല്ലാം അവൻ ചിന്തിച്ചു. എന്നാൽ ആ സൈനികന്റെ ഈ യാത്ര അത്ര ലളിതമായിരിക്കില്ലെന്ന് ആർക്കറിയാമായിരുന്നു. ഒരു മന്ത്രിയുടെ അഹങ്കാരവും അധികാരത്തിന്റെ ലഹരിയും അവന്റെ വഴിയിൽ തടസ്സമാകുമെന്ന് ആർക്കറിയാമായിരുന്നു. അവൻ ബഹസർ നഗർ കവലയുടെ അടുത്തേക്കെത്തിയപ്പോൾ റോഡിന്റെ മധ്യത്തിൽ ചുവപ്പ് ലൈറ്റുകൾ ഘടിപ്പിച്ച വെള്ള കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്നു കിടക്കുന്നത് കണ്ടു. അവയ്ക്ക് ചുറ്റും കറുത്ത വസ്ത്രം ധരിച്ച സുരക്ഷാ ജീവനക്കാർ നിലയുറപ്പിച്ചിരുന്നു. കവലയുടെ മധ്യത്തിൽ നിന്ന ഒരു മനുഷ്യൻ വെള്ളക്കുർത്തയും ബ്രാൻഡഡ് ചെരുപ്പുകളും ധരിച്ച് ചുറ്റുമുള്ള പോലീസുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും കൈകൾ വീശി വാഹനങ്ങളെ തടയുകയുമായിരുന്നു. കവലയിലെ തിരക്ക് പൂർണ്ണമായും നിശ്ചലമായിരുന്നു. എല്ലാ യാത്രക്കാരും സ്തംഭിച്ചു നിന്ന് ഈ കാഴ്ച കാണുകയായിരുന്നു. ഗതാഗത പ്രവാഹം പൂർണ്ണമായും തടഞ്ഞിരുന്നു. സൈനികൻ പതിയെ തന്റെ ബൈക്ക് ഒരു വശത്ത് നിർത്തി.